എടവനക്കാട് കടൽക്ഷോഭ മേഖലകൾ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി പി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കളക്ടറോട് അഭ്യർത്ഥിച്ച് അദ്ദേഹം ഇവിടെ വന്ന് സന്ദർശനം നടത്തി സമരസമിതിയുമായി ആലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിൽ അടിയന്തരമായി ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ചെയ്യും. എന്തായാലും തീരദേശ സംരക്ഷണത്തിലും ഇവിടെ താമസിക്കുന്നവരിലും സർക്കാരിന് പ്രയോറിറ്റി ഉണ്ട്. ഒരു കാലത്തും കേന്ദ്രത്തിൽ ഒരേ ഗവൺമെന്റ് ഉള്ളപ്പോഴും 8 മന്ത്രിമാർ കേന്ദ്രത്തിലുള്ളപ്പോഴും നമ്മുടെ ചെല്ലാനം എല്ലാം ഇതേപോലെ തന്നെയാണ് കിടന്നിരുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഗവൺമെന്റിന് ഒരു ഞെരുക്കമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഈ സാമ്പത്തികമായൊരു ഞെരുക്കം ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി വേഗതയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു. അത് ഞങ്ങളുടെ ഭാഗമല്ല, പല നയങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എങ്കിലും ഈ പ്രശ്നത്തിൽ പരമാവധി സാധ്യമാകുന്ന അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് കണ്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അനുമതിക്ക് വേണ്ടി വീണ്ടും ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കണ്ട് സംസാരിക്കണമെന്ന കാര്യം കേരളത്തിലെ ഫിഷറീസ് മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സെക്രട്ടറി തലത്തിലൊരു യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. എടവനക്കാട് കടൽക്ഷോഭ മേഖലകൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു മന്ത്രി പി രാജീവ്. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.